വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ജേർണലിംഗ് സപ്ലൈസിൻ്റെ വീഡിയോ ആണ് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങിയല്ലേ? ആദ്യം തന്നെ നമുക്ക് ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഈ ഒരു സ്റ്റിക്കർ ഞാൻ ജേർണലിംഗ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതേപോലെ കുറേ സർക്കിൾസ് വരയ്ക്കുക. ആദ്യം നമുക്ക് വിൻറ്റേജിൽ തന്നെ പിടിക്കാം. ബ്രൗൺ കളർ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ കളർക്ക് കുറച്ചും കൂടി വൈറ്റ് മിക്സ് ചെയ്താൽ ഇതേപോലത്തെ ഒരു കളർ കിട്ടും. അതിലേക്ക് വീണ്ടും വൈറ്റ് മിക്സ് ചെയ്താൽ ഇതേപോലത്തെ കളർ കിട്ടും. അപ്പോൾ അങ്ങനെ വിൻറ്റേജ് സെറ്റായി. ഇനി ഇതേപോലെ ഗ്രീന്, ബ്ലൂ, പർപ്പിൾ, അതേപോലെ പിങ്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിതിന് ബോർഡർ ബ്ലാക്ക് പെൻ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെത്തേഡൊക്കെ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. മേലെ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക, അത് കട്ട് ചെയ്യുക, ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റിക്കേഴ്സ് റെഡിയായി. ഇനി ഞാൻ കുറേ മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡോട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ പേപ്പർ ഉണ്ട്. അതിൻ്റെ മേലെ ഇതൊക്കെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരു സ്റ്റിക്കറാട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടില്ലേ, ഫുൾ ബ്രൗൺ തീമിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത് നമുക്ക് കുറച്ച് റൗണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഇതേപോലെ ഒരു കോയിൻ എടുക്കാം. ഇതില്ലെങ്കിലും നമുക്ക് ഇതേപോലെ സർക്കിളൊക്കെ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് വേണ്ട ഇമേജസൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഓരോ സർക്കിളിൻ്റെ ഉള്ളിലും ഓരോരോ കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക, അതൊന്ന് ഉണക്കിയെടുക്കുക. പിന്നെ പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ വരച്ചതൊക്കെ. പിന്നെ ബാക്കിയുള്ള മെത്തേഡ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയും. ആ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കണ മെത്തേഡ് തന്നെ. മേലെ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക, അത് കട്ട് ചെയ്യുക, അടിയിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്റ്റിക്കർ പേപ്പറിൻ്റെ മേലെ. ഇതിപ്പോൾ കണ്ടാലേ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയുമോ? ഏകദേശം ഒരു വാങ്ങിയ വൈബൊക്കെ എത്തിയിട്ടില്ലേ? അപ്പോൾ അതന്നെ ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് കുറച്ച് വിൻറ്റേജ് ലാബിൾസ് ഉണ്ടാക്കാം. അതിന് വിൻറ്റേജ് പേപ്പർ എടുക്കുക, ഇതേപോലെ വരച്ചു കൊടുക്കുക, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. സംഭവം റെഡി. അപ്പോൾ അടുത്ത് നോക്കാം. ഇനി കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇതേപോലെ പേപ്പറിൽ കുറച്ച് ഇമേജസ് വരയ്ക്കുക, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക, ബട്ടർ പേപ്പറിൻ്റെ മേലെ അറേഞ്ച് ചെയ്യുക, മേലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിക്കർ പേപ്പറിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഒരു പർപ്പിൾ തീമിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം പാറ്റേൺ പേപ്പേഴ്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരല് നമ്മുടെ ആ ഒരു ചെക്കുള്ള പേപ്പർ ഉണ്ടല്ലോ, അതായത് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യല്. അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യത്തേത് ഒരു വിൻറ്റേജ് തീമിലും, പിന്നെ ഒന്ന് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഇമേജസൊക്കെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വിൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ബ്രൗൺ കളർ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇതേപോലെ രണ്ടും ഇതേപോലെ ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ഒന്ന് എഴുതി കൊടുത്താൽ ഇങ്ങനത്തെ പേപ്പർ സത്യം പറഞ്ഞാൽ ജേർണലിംഗ് ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. രണ്ടാമത് നമുക്ക് ഇതേപോലെ ഗ്രിഡ് ലൈൻസ് ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് കേട്ടോ. ഈ ഒരു കോഫി തീമിൽ വരുന്നതിൻ്റെ ലിങ്ക്, ഫസ്റ്റ് ഇത് കോഫി തീമിൽ വരുന്നതിൻ്റേത് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലുള്ള ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ഇതൊക്കെ ഒരു ബ്രൗൺ തീമിൽ, അതായത് ഒരു വിൻറ്റേജ് തീമിൽ വരുന്ന കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ കുറച്ച് ചെറിയ പാറ്റേൺ പേപ്പേഴ്സ് ആട്ടോ ഇത് കാണിക്കുന്നത്. കുറച്ച് ടെക്സ്റ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പറും, പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ആ സൈഡിലൊക്കെ കരിയിച്ചിട്ടുണ്ടാക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ കുറച്ച് പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഈ കാണുന്നതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ആട്ടോ, കുറേ മുന്നേ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി വാഷി ടാപ്പ് ഉണ്ടാക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാട്ടോ. നമ്മൾ കൊറിയൻ വാഷി ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തതിന് ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുക, കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് വിൻറ്റേജ് വാഷി ടാപ്പ് ഉണ്ടാക്കാം.
ബ്രൗൺ കളർ പേപ്പർ എടുക്കുക, വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. അതൊന്ന് നമുക്ക് ഒരു പഴയ റോളിൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേ സെയിം ടൈപ്പിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ചാർട്ട് പേപ്പറിലും ഇതേപോലെ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ 3 ഡിസൈൻ ഉണ്ടല്ലോ, ഒട്ടുമിക്ക എല്ലാ ജേർണലിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ഉണ്ടാവുന്നതാണ്. എന്നാൽ നമുക്ക് കടയിൽ പോയാൽ അങ്ങനെയൊന്നും അവൈലബിൾ ആവാത്ത ഒരു സാധനമാണ്. പിന്നെ ഇപ്പോൾ കാണിക്കണ കുറച്ച് വാഷി ടാപ്സ് ഉണ്ടല്ലോ, നമുക്ക് പിൻട്രസ്റ്റിൽ കയറിയിട്ടെ വിൻറ്റേജ് വാഷി ടാപ്സ് പ്രിൻ്റബിൾ എന്ന് അടിച്ചാൽ നമുക്ക് കുറച്ച് ഇമേജസ് കിട്ടും. അതൊന്ന് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ കുറച്ച് വാഷി ടാപ്സ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇനി കുറച്ച് കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക, കുറച്ച് കോഡ്സ് ഒക്കെ എഴുതുക, അത് കട്ട് ചെയ്തിട്ട് പാക്കിൽ ഡബിൾ സൈഡായിട്ട് റിമൂവ് ചെയ്യുക, എന്നിട്ട് സ്റ്റിക്കർ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് കുറച്ചും കൂടി സ്റ്റിക്കേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, അത് ഇതേപോലെ ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കുറച്ച് വിൻറ്റേജ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. സ്റ്റാമ്പ് നമുക്ക് പല മോഡലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരൈറ്റാണ് ഇപ്പം ഞാൻ കാണിക്കണ ഈ ഒരു മോഡൽ. ബാക്കിയുള്ള മോഡൽ വേണമെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള വിൻറ്റേജ് അല്ല, ഞാൻ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വെർഷനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം വരുന്ന വീഡിയോയിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ വെച്ചിട്ട് ഒരു ജേർണലിംഗും കൂടെ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കോഫി പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ആ പേപ്പർ അതിൻ്റെ മേലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റൗണ്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡോട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ വിൻറ്റേജ് ലാബിൾസും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു വാഷി ടാപ്പും അതേപോലെ കോഡ്സും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ജേർണലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.